12ാം ക്ലാസ്സുകാരുടെ മലയാളത്തിലുള്ള കണ്ണാടിയും കാൺമോളവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ആക്ച്വലി മലയാളത്തിന്റെ ക്ലാസ് അല്ല, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് മലയാളം കുറച്ച് ടഫാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഓഡിയോസ് എല്ലാം ഇടുന്നത്. ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും അതേപോലെ തന്നെ മാത്സിന്റെയും 10th ഓഡിയോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ 11th and 12th ബയോളജി ക്ലാസ്സസ് അപ്ലോഡും ചെയ്യുന്നുണ്ട്. അതും കൂടി കാണുക. മാക്സിമം ഓഡിയോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു. സോ കണ്ണാടിയും കാൺമോളവും എന്ന് പറയുന്ന ചാപ്റ്റർ എഴുത്തച്ഛൻ അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഥയായിട്ട് ഒരാൾ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിലെ സംഭവ പർവം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ശരിക്കും അതിലാണ് ശകുന്തളയുടെ കഥയുള്ളത്. അപ്പൊ മഹാഭാരതത്തിലാണ് ശകുന്തളയുടെ കഥയുള്ളത്. ശകുന്തളോപാഖ്യാനം അത് ആരോട് പറയുന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശമ്പായനൻ അദ്ദേഹം ജനമേജയനോട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ കുരുവംശത്തിന്റെ മഹത്വത്തിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ, കുരുവംശം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് വർണ്ണിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈശമ്പായനൻ നമ്മുടെ ശകുന്തളയുടെ കഥ പറയുന്നത്. സോ ശകുന്തളയുടെ കഥയില് ഒരു സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ശകുന്തളയും ദുഷ്യന്തനും തമ്മില് ദുഷ്യന്തൻ വളരെ നന്നായി ഭരിക്കുന്ന സദ്ഭരണം കാഴ്ചവെച്ച ആളാണ്. എന്നിട്ട് നായാട്ടിന് പോയപ്പോഴത്തേക്കും കണ്വന്റെ ആശ്രമത്തില് കണ്വൻ എടുത്തു വളർത്തിയ മകളായ ശകുന്തളയെ കാണുന്നു. മേനകയുടെ മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശകുന്തള എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്വ മഹർഷി എടുത്തു വളർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് ശകുന്തളേനെ ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് എന്നിട്ട് ദുഷ്യന്തൻ നായാട്ടെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ശകുന്തള ഈ പറയുന്നത് പോലെ ഗർഭിണിയായപ്പോഴത്തേക്കും കണ്വ മഹർഷി തിരിച്ച് ഇവിടെ ദുഷ്യന്തന്റെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു മുനി വന്ന് ശപിച്ചിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്യന്തന് ശകുന്തളയെ കുറിച്ച് മറന്നുപോയി. ശകുന്തളയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് മറന്നുപോയി. അപ്പൊ തിരിച്ച് ശകുന്തള പോയപ്പോഴത്തേക്ക് ഇത് ആരാണ് എന്ന് ഒരു ഐഡിയ ഇല്ല നമ്മുടെ ദുഷ്യന്തന്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ദുഷ്യന്തനെ മറന്നുപോയി. അപ്പൊ ദുഷ്യന്തന് ഒരു തരത്തിൽ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ചുമ്മാ ഒരാൾ വന്നിട്ട് ഇതേ താങ്കളുടെ കുട്ടിയാണ് എന്റെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറലി ദുഷ്യന്തൻ, അത് മഹാരാജാവിന്. അപ്പൊ മഹാരാജാവിന് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അപ്പൊ അങ്ങ് ഇൻസൾട്ട് ചെയ്യാൻ നോക്കാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്യാൻ നോക്കാണ്. അപ്പൊ ശകുന്തളയ്ക്ക് എങ്ങനെയുണ്ടാവും? ശകുന്തളയ്ക്ക് അതിനേക്കാളും ഭയങ്കര വിഷമായിരിക്കും. അത് കാരണം ശകുന്തള തിരിച്ച് പറയാണ്, നിങ്ങൾ ഇത്ര പണ്ഡിതനായാൽ പോലും നിങ്ങൾ ഭാവിക്കുന്നത് പോലത്തെ ആളൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ശകുന്തള അങ്ങ് തിരിച്ചു പറയുന്നതാണ് ഈ രംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരിക്കെന്ന് കേളിയേയുള്ളൂ കണ്ടില്ലേവം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അഹങ്കാരം എന്ന് പറയുന്നത്, ധാർഷ്ട്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് ദുഷ്യന്തൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ദുഷ്യന്തൻ ശകുന്തളയുടെ അടുത്ത് പറയുന്നത് തന്നെ. എന്നിട്ട് പറയാണ്, കുലടയായ നീ വന്ന് എന്നോട് കുലീന എന്നലസാലാപം ചെയ്തത് അഖില മലമലം. അതെന്താണ് സംഭവം? ഈ പറയുന്നത് പോലെ കുലസ്ത്രീ ആണെന്നാണ് നീ ഭാവിച്ചിട്ട് വന്നിരിക്കുന്നത്, നല്ല സ്ത്രീത്വമുള്ളവളാണെന്നാണ് നീ ഭാവിച്ച് വന്നിരിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ദയവ് ചെയ്ത് മതിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? നല്ല ആഭരണങ്ങളും അതേപോലെ രത്നങ്ങളും മുത്തുകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഞാൻ നിനക്ക് ആവശ്യമുള്ളത് തരാം. പക്ഷെ നീ ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോണം, ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവാൻ ഞാൻ നിനക്ക് വേണ്ടുവോളം, പിന്നെ നീ നിനക്കൊത്ത ദിക്കിലേക്ക് പോയിക്കൊള്ളണം, നിന്നിനി കാലം വെറുതെ കളയരുത് എന്നാണ് ദുഷ്യന്തൻ ശകുന്തളയുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നിന്നെ കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, വൈകാതെ നീ എന്റെ കണ്ണിന്റെ മുൻപിൽ നിന്നും പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ
ഈ പറയുന്നത് കുയിൽ പേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് നീ എന്നും കൂടി പറയുന്നുണ്ട്. കോകില നാരി പോലെ നീ പരഭൃതയല്ലയോ. അപ്പൊ ഇത് പറയാ കണ്വ മഹർഷി ഉണ്ടല്ലോ എടുത്തു വളർത്തിയ കുട്ടിയാണ്. അപ്പൊ അതേപോലെയാണ് കുയിലിന്റെ മുട്ടയും. കുയിലില് പോയിട്ട് കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. എന്നിട്ട് കുയിലിനെ ശരിക്കും വളർത്തുന്നത് ആരാണ്? കാക്കയാണ്. അപ്പൊ അതിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് വേറൊരാള് അവനവന്റെ അച്ഛനും അമ്മയും എല്ലാം മറിച്ച് വേറൊരാള് വളർത്തുന്നു എന്ന് ഇൻസൾട്ടിങ്ങോട് കൂടി പറയുന്നതാണ്. കുയിൽ പേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് നീ. സോ പെട്ടെന്ന് പൊയ്ക്കൊള്ളുക, നിന്നെ കണ്ടു നിൽക്കാനേ എനിക്ക് ആഗ്രഹമില്ല. അപ്പൊ അങ്ങ് നമ്മുടെ ശകുന്തളയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് ശകുന്തളയുടെ ഈ നിന്ദാവചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ശകുന്തള അങ്ങ് ദുഷ്യന്തന്റെ നിന്ദാവചനങ്ങൾ അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്ന സംസാരം കേട്ടിട്ട് ശകുന്തള അങ്ങ് ലജ്ജിതയായിട്ട് അങ്ങ് തിരിച്ചു പറയാൻ തുടങ്ങി. അങ്ങ് കേട്ട് പേടിച്ചിട്ട് ഓടിപ്പോയൊന്നുമില്ല, തിരിച്ച് നല്ലോണം പറഞ്ഞു. സോ അവനവന്റെ ആത്മാഭിമാനം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവനവനാണ്. അപ്പൊ ശകുന്തള ഉൾപ്പെടെ ഈ പറയുന്ന അന്നത്തെ കാലത്ത് നമ്മൾ കഥയിൽ ഉൾപ്പെടെ പറയുന്നത് തിരിച്ച് നല്ലോണം ശകുന്തള ഫൈറ്റ് ചെയ്തു എന്ന് പറയാണ്. തിരിച്ചു പറഞ്ഞ് ഫൈറ്റ് ചെയ്തു എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ശകുന്തള എന്താണ് പറയുന്നത്? കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്ന നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നീലേതും അതു പണ്ഡിതന്മാർക്ക് പോലുമുള്ള ശീലമത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് പോലും ഉള്ള ഒരു ശീലം നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ ദുഷ്യന്തൻ സന്തോഷിക്കണ്ട. എന്താ കാരണം? പണ്ഡിതന്മാർക്കുള്ള ഒരു വൃത്തിയുടെ ശീലം എന്താന്ന് അറിയാമോ? വേറെ ആൾക്കാരുടെ കടുകുമണി പോലത്തെ ദോഷം പോലും നമ്മൾ ഉടനെ കാണും. പക്ഷെ അവനവന്റെ എത്ര വലിയ ദോഷമുണ്ടെങ്കിലും നമ്മൾ തിരിച്ചറിയില്ല. ബാക്കിയുള്ളവരുടെ ദോഷങ്ങൾ ഒരു ചെറിയ കടുകിന്റെ മണിയുടെ അത്രയും ദോഷം ഉണ്ടെങ്കിൽ പോലും നമ്മളത് കാര്യമായിട്ട് കാണും. പക്ഷെ അവനവന്റെ ദോഷം കാണില്ല എന്നുള്ളതാണ് നിനക്ക് ഉള്ള പ്രത്യേകത. അത് പണ്ഡിതന്മാർക്ക് പോലും ഉള്ള സ്വഭാവമാണ്. എന്നിട്ട് പറയാണ് നിന്റെ ജന്മത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്റെ ജന്മം. അതെന്താ കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് ആകെ ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാനാവുള്ളൂ. ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന നീയാണോ? അല്ല, ഭൂമിയിലും ആകാശത്തും ഒരേപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന ഞാനാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ശകുന്തള ചോദിക്കുകയാണ് തിരിച്ച്. അപ്പൊ ശകുന്തളയ്ക്ക് ഭൂമിയിലും അതേപോലെ തന്നെ ആകാശത്തും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ദുഷ്യന്തനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശകുന്തള എന്ന് പറയുന്നത് മനുഷ്യന്റെയും അതേപോലെ തന്നെ ദേവകന്യകയുടെയും മകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ശകുന്തളയ്ക്ക് അങ്ങനെ പറ്റുന്നത്. മേനകയുടെ മകളും കൂടി ആയതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ശകുന്തളയ്ക്ക് ആകാശത്തും ഭൂമിയിലും ഒരേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പറയുന്നത്? ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നോട് ജന്മം. മന്നിട തിങ്കൽ എന്നീ നിനക്ക് ചരിക്കാമോ? മന്നിട തിങ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ലോകത്തല്ലാതെ നിനക്ക് ആകാശത്ത് ചരിക്കാനായിട്ട് പറ്റില്ല. നേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമേ മെന്നിയെ നടന്നീടാമിന്നെനിക്കെടോ. എനിക്ക് ഭേദം കൂടാതെ, എനിക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ മനുഷ്യന്റെ സ്ഥലത്തും അതായത് ഭൂമിയിലും അതുപോലെ തന്നെ ആകാശത്തും സഞ്ചരിക്കാം എന്നാണ് ശകുന്തള പറയുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ തമ്മിൽ ഒരേപോലെയാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് നീ മനസ്സിലായിക്കൊള്ളുക. എങ്ങനെയാണെന്ന് അറിയാമോ? നേരു പർവ്വതവും കടുകും തമ്മിലുള്ള വ്യത്യാസം നമുക്കുണ്ട്. അപ്പൊ നേരത്തെ ദുഷ്യന്ത മഹാരാജാവ്, എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ദുഷ്യന്ത മഹാരാജാവ് ഭയങ്കര വലിയ ആളാണ്. ഇപ്പൊ നേരെ തിരിച്ച് ശകുന്തള ഇട്ടു. ഞാൻ മേരു പർവ്വതത്തിന്റെ അത്രയാണ്, നീ വെറും കടുകിന്റെ മണിയാണ്, നിനക്ക് എന്നെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നാണ് ശകുന്തള ഇൻഡയറക്ട്ലി പറഞ്ഞേക്കണേ എന്ന് പറയാണ്. അപ്പൊ മേരു പർവ്വതവും കടുക്, നീ വെറും കടുകാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മേരുവും കടുകും ഉള്ള അന്തരമുണ്ട് നമ്മിൽ സാരജ്ഞനല്ലൊ
ഒട്ടുമോർത്തോളം ധാത്രീശ ഭവാൻ. ഓക്കെ, അപ്പൊ അത് നീ മറക്കാൻ പാടില്ല. നേരുവും കടുകും തമ്മിൽ അപ്പൊ ചിന്തിച്ചിടത്തോളം അപ്പൊ പുള്ളിക്കാരൻ പറയാണ്, അല്ല ആരാണ്, ശകുന്തള പറയാണ്, നിങ്ങൾ ഒട്ടും അറിവുള്ളവനല്ല എന്നാണ് തോന്നുന്നത്, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ശാരജ്ഞനല്ല ഒട്ടും ഓർത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും വിവരമില്ല എന്നാണ് ഇൻഡയറക്ട്ലി പറഞ്ഞു വരുന്നത്. ഒട്ടും അറിവുള്ള ആളാണെന്ന് എനിക്ക് തോന്നണില്ല എന്നാണ് ശകുന്തള പറഞ്ഞേക്കുന്നത്. എന്നിട്ടുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. അപ്പൊ കണ്ണാടി കാണുന്നത് വരെ, നമ്മൾ എപ്പോഴും കണ്ണാടി കാണുന്നത് വരെ ഒട്ടും ഭംഗിയില്ലാത്ത ഇപ്പൊ വിരൂപനായിട്ടുള്ള ആള് കണ്ണാടി കാണുന്നത് വരെ എന്തായിരിക്കും വിചാരിക്കുന്നത്, എന്റെ മുഖം നല്ല സുന്ദരമാണല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ കണ്ണാടി കാണുമ്പോഴായിരിക്കും ആ ഒരു ധാരണ മാറുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്, നീ നിന്നെ കുറിച്ച് ആദ്യം ചിന്തിക്കൂ ദുഷ്യന്ത മഹാരാജാവേ. നീ ബാക്കിയുള്ളവരെ കുറിച്ച് പറയല്ലേ, അവനവൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം പറയല്ലേ, മറിച്ച് അവനവന്റെ കുറ്റം എന്താണെന്ന് ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കിയാ നിനക്ക് മനസ്സിലാകും ബാക്കിയുള്ളവരെക്കാളും തെറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെക്കാളും മനസ്സുകൊണ്ട് വിരൂപമായിരിക്കുന്നത് നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒരു കണ്ണാടി എടുത്തിട്ട്, അതായത് ഇൻട്രോസ്പെക്ഷൻ എന്ന്, അവനവനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഇൻട്രോസ്പെക്ഷൻ എടുത്തു വെച്ച് നോക്കൂ. ഒരു കണ്ണാടി എടുത്തു വെച്ച് നീ നിന്നെ തന്നെ നോക്കൂ, നിന്റെ മനസ്സിനെ നോക്കൂ. അപ്പൊ നിനക്ക് മനസ്സിലാവും ബാക്കിയുള്ളവരെക്കാളും മനസ്സുകൊണ്ട് വിരൂപനായിരിക്കുന്നത് താങ്കളാണെന്ന് മനസ്സിലാവും. സോ അങ്ങനെയുള്ളവരുടെ, അങ്ങനെ നമ്മുടെ മുഖം വളരെ നല്ലതാണെന്ന് ധരിക്കുന്ന വിരൂപന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ എന്താ ചെയ്യണമെന്നറിയോ, ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. അവനവന്റെ കുറ്റങ്ങളും കുറവുകളും ഒട്ട് തിരിച്ചറിയുകയും ഇല്ല. കുറവുകൾ ഇല്ലാത്തവരെന്താ പറ്റുന്നത്, അതായത് ശരിക്കും നല്ല ആളുകൾ എങ്ങനെയാണെന്നറിയാം, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കില്ല. ബാക്കിയുള്ളവരില്, അതായത് ദുഷ്ടന്മാര് ഫ്രണ്ടിൽ വന്നാൽ പോലും അവരിലെ നന്മയെ, നല്ല ആളുകളെ, സജ്ജനങ്ങൾ തിരിച്ചറിയാൻ നോക്കുകയുള്ളൂ. മറിച്ച് മനസ്സുകൊണ്ട് വിരൂപമായിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, എത്ര നല്ലവൻ മുന്നിൽ വന്നാൽ പോലും അവനിലെ ദുഷ്ടത്തനങ്ങൾ എന്താണ്, അവനിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ നീ വിരൂപനാണ് എന്നാണ്, മനസ്സുകൊണ്ട് വിരൂപനാണ് എന്നാണ് ശകുന്തള പറഞ്ഞു വന്നിരിക്കുന്നത്. സോ കുറവുകൾ ഇല്ലാത്തവർ, അതായത് സജ്ജനങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനിയും പറയാണ്, മനസ്സുകൊണ്ട് വിരൂപനായിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. വീണ്ടും ശകുന്തള പറയാണ്. ഓക്കെ, ഒന്നുകൂടി അതിന്റെ ഇത് വായിക്കാം. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും തന്നെ കുറ്റമൊന്നറിയുകയില്ല. മറ്റുള്ളവരുടെ ജനങ്ങളുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ദുഷ്ടജനങ്ങള്. എന്നിട്ട് അവനവന്റെ കുറ്റം ഒട്ട് അറിയുകയുമില്ല. കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും നിന്ദിക്കയില്ല നമ്മുടെ ഗുണങ്ങളാൽ. കുറ്റമില്ലാത്ത ജനങ്ങൾ, അതായത് നല്ല ജനങ്ങൾ, സജ്ജനങ്ങൾ എങ്ങനെയാണ്, കുറ്റമുള്ളവരെയും, ശരിക്കും ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഫ്രണ്ടിൽ വന്നാൽ പോലും അവരെ നിന്ദിക്കുകയില്ല, ഒരു തരി പോലും നിന്ദിക്കുകയില്ല. കാരണം എന്താ, സജ്ജനങ്ങൾക്ക് അവരുടെ ഗുണങ്ങൾ കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ നിന്ദിക്കാനും ബാക്കിയുള്ളവരെ കുറ്റം പറയാനും തോന്നില്ല എന്ന് പറയാം. അപ്പൊ ഇനിയും പറയാണ്, ഈ വിരൂപന്മാരായിട്ടുള്ള, അതായത് ദുഷ്ടജനങ്ങളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിയുള്ളവരെ കുറ്റം പറയണെന്നാണ് അടുത്തേൽ പറയാൻ പോകുന്നത്. അപ്പൊ മത്തേവം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലെ കുളിച്ചാലും. നല്ല തെളിഞ്ഞ വെള്ളത്തില് എത്ര കുളിച്ചാലും ഈ എന്താ പറയാ, ആനയ്ക്കുണ്ടല്ലോ, മദം പിടിച്ചിരിക്കുന്ന ആനയ്ക്ക് നല്ല വെള്ളത്തിൽ എത്ര കുളിച്ചാലും, നല്ല മണ്ണിട്ട് കുളിച്ചാൽ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ എത്ര നല്ല ആൾക്കാർ ചുറ്റും ഉണ്ടെങ്കിലും അവരുടെയൊക്കെ കുറ്റം പറഞ്ഞാൽ മാത്രമേ ദുഷ്ടന്മാരായ ആൾക്കാർക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നാണ് ശകുന്തള പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നിത്യവും തെളിഞ്ഞ ജലത്തില് കുളിച്ചാൽ പോലും മതയാനയ്ക്ക് മണ്ണിൽ കുളിക്കുമ്പോഴേ സന്തോഷം കിട്ടുള്ളൂ. അതുപോലെയാണ് ദുർജനങ്ങള്. നല്ല ആളുകളെ നിന്ദിക്കുമ്പോൾ മാത്രമേ, ഇല്ലാത്ത ചീത്ത കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ ഈ ദുർജനങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ. പക്ഷെ സജ്ജനങ്ങള് ഇത്തരക്കാരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സത്യാദി ധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തെക്കാളും പേടിക്കണം എന്നാണ് അടുത്ത സെന്റൻസിലുള്ളത്. എന്താ പറഞ്ഞേക്കണേ, സത്യാദി ധർമ്മം വെടിഞ്ഞീടിന
പുരുഷനെ ഈ സർപ്പം ദേഷ്യം വരുമ്പോഴാണ് വന്ന് കൊത്തുന്നത്. പക്ഷെ അതിനേക്കാളും പേടിക്കേണ്ടതാണ് ഇങ്ങനെ സത്യവും ധർമ്മവും വിട്ടിരിക്കുന്ന പുരുഷനെ. അവനവന്റെ വീടിനെയും നാടിനെയും ഒക്കെ നശിപ്പിക്കാൻ റെഡി ആയിട്ടുള്ള ആളാണ്. ഇത് മാത്രല്ല, ഇത് രാജാവും കൂടിയിട്ടാണ്. അപ്പൊ മുഴുവൻ രാജ്യത്തിന് പ്രശ്നമാണ് സത്യവും ധർമ്മവും വെടിഞ്ഞിരിക്കുന്ന ഈ പുരുഷൻ എന്നാണ് ശകുന്തള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് തന്നെ ഇങ്ങനെ ദുഷ്ടനായ ഒരാളുടെ അടുത്തുണ്ടല്ലോ, രണ്ട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ശുഭമായിട്ടുള്ളതും നല്ല കാര്യങ്ങളും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും പറയുമ്പോ ശുഭമായിട്ടുള്ളത് അവന്റെ ചെവിയിൽ പോലും കേൾക്കില്ല. മറിച്ച് അശുഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ, ഗ്രഹിക്കുള്ളൂ. അത് നമ്മുടെ ഇപ്പൊ പാലും വെള്ളവും കൂടി കൊടുക്കുമ്പോ അരയന്നം അതിൽ നിന്നും ഇങ്ങനെയാണ് വിശ്വാസം. പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരയന്നത്തിന് പാലിനെ മാത്രം ഊറ്റി കുടിക്കാൻ പറ്റും. അപ്പൊ വെള്ളം അതിൽ തന്നെ നിൽക്കുന്നതാണ് അതിന്റെ വിശ്വാസം. അതേപോലെ ശുഭവും അശുഭവുമായ കാര്യങ്ങൾ ഒന്നിച്ചു പറയുമ്പോൾ നല്ല ആൾക്കാരുണ്ടല്ലോ അതിൽ നിന്നും അശുഭം മാത്രം കേൾക്കും എന്നാണ് അങ്ങനത്തെ കമ്പാരിസൺ വെച്ചിട്ടാണ് ശകുന്തള പറയുന്നത്. നല്ലവനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. പക്ഷെ നല്ല ആൾക്കാരെന്താ, നല്ലത് മാത്രം ഗ്രഹിച്ചിടും. എങ്ങനെ? വെള്ളത്തെ വെടിഞ്ഞ് പാലന്നം എന്നതുപോലെ അരയന്നം. അപ്പൊ നല്ല ആൾക്കാര് നല്ലത് മാത്രം ഗ്രഹിക്കും. അതേസമയം ദുഷ്ടന്മാരോ അതില് അശുഭമായിട്ടുള്ളത് മാത്രമേ ഗ്രഹിക്കുള്ളൂ. എങ്ങനെയാണ് നല്ലവൻ നല്ലത് മാത്രം എടുക്കുന്നത്? അതിൽ നിന്നും വെള്ളവും പാലും കൂടി മിക്സ് ചെയ്ത് വരുമ്പോ അരയന്നം എന്ത് ചെയ്യും? അതിൽ നിന്നും പാല് മാത്രം എടുക്കുന്നത് പോലെയാണ് നല്ലവൻ നല്ലത് മാത്രം ഗ്രഹിക്കുന്നത് എന്നെല്ലാം ഇങ്ങനെയൊക്കെ ശകുന്തള പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പറഞ്ഞോരനന്തരം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ വിണ്ണിൽ നിന്നും ഒരു അശരീരി കേട്ടു. അശരീരി തന്നോടെ വാക്യം കേട്ടു. അശരീരി കൂടി ഒരു സെന്റൻസ് പറഞ്ഞു. ഭരിച്ചുകൊള്ളുക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശിക പുത്രിയോടൊപ്പം. അപ്പൊ പറഞ്ഞ എന്താണ്? ദേവസ്ത്രീക്ക് തുല്യമായ ശകുന്തളയെ നീ സ്വീകരിക്കൂ. എന്നിട്ട് അവളുടെ കയ്യിലിരിക്കുന്നത് നിന്റെ പുത്രനാണ്. സ്വന്തം പുത്രനെയും നീ സ്വീകരിക്കൂ. എന്നിട്ട് രാജ്യഭരണം വൈകാതെ തന്നെ മകനെ ഏൽപ്പിക്കണം. അങ്ങനെ അവന്റെ പേര് ഭരതൻ എന്ന പേരിൽ അവൻ പ്രസിദ്ധ. ഭരതൻ എന്ന നാമത്തിനാൽ അവന്നു വാനോർ ധരണീപതിയോട് ചൊന്നതു കേട്ട മൂലം. അപ്പൊ ഭരതൻ എന്ന പേരിലായിരിക്കും അവൻ ഫേമസ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ദേവന്മാരുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും ശരിക്കും അപ്പോഴാണ് ദുഷ്യന്തന് ഓർമ്മ വന്നത്. അപ്പൊ ആ മുനിയുടെ ശാപം മാറിയിട്ട് ഈ പറയുന്നത് പോലെ ശകുന്തള ആരാണെന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും ഓർമ്മ വന്നത്. അങ്ങനെ ഭരതൻ എന്നുള്ള പേരിലുള്ള മകനെ സ്വീകരിക്കുകയും അവന് ഈ പറയുന്നത് പോലെ കുറച്ച് കഴിഞ്ഞപ്പോ രാജ്യഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ വലിയ കല്യാണ ആഘോഷങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് ശകുന്തളയുടെ ഭർത്താവിനോടൊപ്പം, അതായത് ദുഷ്യന്ത മഹാരാജാവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. അതാണ് ശകുന്തളയുടെ കഥ എന്ന് പറയുന്നത്.